ഗുജറാത്തിലേക്കാണ് പോകുന്നത്. ഗുജറാത്ത് പോലീസ് അവിടെ ഒരു ആൻറ്റി റാഡിക്കലൈസേഷൻ സെല്ല് രൂപീകരിച്ചിരുന്നു. അവരതിൻ്റെ ഒരു പ്രവർത്തന രേഖ അല്ല ഒരു SOP കൂടിയിട്ട് പുറത്തുവിട്ടിരുന്നു. അതിപ്പോൾ ഭയങ്കര വിവാദമായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം അത് മുസ്ലിം സമുദായത്തെ ഉന്നമിടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് SOPയിൽ ആളുകൾ തീവ്രവാദത്തിലേക്ക് എങ്ങനെ പോകുന്നു, അത്തരം ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചില സൂചനകൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ താടി വളർത്തുക, നിക്കാബ് ധരിക്കുക, പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുക, ഇതൊക്കെ അതിൽപ്പെടുന്നതാണ്. അതുകൂടാതെ സംസാരത്തിനിടെ അറബിക്ക് വാക്കുകൾ ഉപയോഗിക്കുക, പിന്നെ അതേ കണക്ക് ഇസ്ലാമിക കടമ മുൻനിർത്തിയിട്ട് തൊഴിലോ വിദ്യാഭ്യാസമോ ഒഴിവാക്കുന്നത്, അതുകൂടാതെ മതനേതാക്കളെ സന്ദർശിക്കാൻ പോകുന്നത്, അറബിക് കോളേജുകൾ, മദ്രസകൾ എന്നിവയൊക്കെ സന്ദർശിക്കുന്ന ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന അല്ല അതിലേക്ക് പോകുന്ന ആളുകളെ തിരിച്ചറിയാനായിട്ട് ഈ SOPയിൽ പറയുന്നത്. ഇതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകരടക്കം നിരവധി പേർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള അതിലുള്ള യുവാക്കളെ അല്ല ബാക്കിയുള്ള മനുഷ്യരെയൊക്കെ ലക്ഷ്യമിടുന്നതാണ് ഇതെന്നുള്ളത്. ഗുജറാത്തിൽ നിന്ന് കൂടിയിട്ടാണ് ഇത്. അതുകൂടാതെ ഈ SOP അല്ലെങ്കിൽ ഈ ആൻറ്റി റാഡിക്കലൈസേഷൻ സെല്ലിനെ അവിടുത്തെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പുമായും ജയിൽ അധികൃതരുമായി ചേർന്ന് ആളുകളെ നിരീക്ഷിക്കാമെന്ന് കൂടിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കാണ് ആദ്യം. ജിംസ് ഗുജറാത്തിൽ നിന്നാണ്, അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു ആൻറ്റി റാഡിക്കലൈസേഷൻ സെല്ലും അതിൻ്റെ SOPയെക്കുറിച്ചുള്ള വിവരങ്ങൾ വരുന്നത്. നമുക്കറിയാം ഗുജറാത്തിൽ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തോടുള്ള സമീപനം അവിടുത്തെ BJP സർക്കാരിൻ്റെ എന്നുള്ളത്. അപ്പോൾ ഇത് കൂടിയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് ആദ്യമായിട്ടല്ല ഏതെങ്കിലും സംസ്ഥാന പോലീസ് ഒരു ആൻറ്റി റാഡിക്കലൈസേഷൻ ഡ്രൈവ് നടത്തുന്നത്. കേരളത്തിൽ നടന്നിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ നടന്നിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും അവസാനം നടന്നത് 2015, 16, 17 ആ കാലത്താണ്. ആ സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അന്ന് IS റിക്രൂട്ട്മെൻറ്റ് കേസുകൾ ധാരാളമായി സർഫസ് ചെയ്യുന്നൊരു സമയമായിരുന്നു. പ്രത്യേകിച്ചും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ധാരാളം യുവാക്കൾ IS ആശയങ്ങളിൽ ആകർഷകരാവുകയും പിന്നീട് അവർ അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ ഹിജ്റ പോവുകയും സിറിയയിലേക്ക് പോവുകയും ചെയ്ത വാർത്തകൾ ധാരാളമായി വന്നിരുന്നു. ആ സമയത്ത് അന്നത്തെ ഇൻ്റലിജൻസ് മേധാവി BS മുഹമ്മദ് യാസീനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ആൻറ്റി റാഡിക്കലൈസേഷൻ ഡ്രൈവ് ഓപ്പറേഷൻ PGN എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതിന് ഫലമുണ്ടായി എന്നാണ് പിന്നീട് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഫലമുണ്ടായി എന്ന് പറയാൻ കാരണം അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ യുവാക്കൾക്കിടയിൽ പോയിട്ട് എന്താണ് ഈ പ്രശ്നത്തെക്കുറിച്ച് പേരൻസിൻ്റെയും മറ്റു മുതിർന്ന കമ്മ്യൂണിറ്റി ലീഡേഴ്സിൻ്റെ എല്ലാം സഹായത്തോടുകൂടി അവർക്കിടയിൽ ആശയപ്രചരണം നടത്തുകയും അങ്ങനെ ഒരു 350 യുവാക്കളെങ്കിലും അങ്ങനെ പിന്തിരിപ്പിച്ചിട്ടുണ്ടെന്നാണ് കേരളത്തിലെ പോലീസ് അവകാശപ്പെടുന്നത്. പക്ഷേ ഈ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ സ്ഥിതി വ്യത്യസ്തമാണ്. അതിൻ്റെ ഒരു കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതിനു മുമ്പും ഈ ഡീറാഡിക്കലൈസേഷൻ ഡ്രൈവ് നടന്നിട്ടുണ്ട്, പ്രഖ്യാപിച്ചും അല്ലാതെയും. നമ്മളിപ്പോൾ പ്രഖ്യാപിതമായ ഡ്രൈവുകളെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഗുജറാത്തിലൊരു ഒരു പ്രൊജക്റ്റ് പ്രഖ്യാപിക്കുന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽപ്പെട്ടാണ്. കഴിഞ്ഞ 2022 ഗുജറാത്ത് ഇലക്ഷനിൽ BJPയുടെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഈ ഡീറാഡിക്കലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് UP, ഡൽഹി, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഡീറാഡിക്കലൈസേഷൻ ഡ്രൈവ് നടന്നിട്ടുണ്ട്. പക്ഷേ അത് പ്രഖ്യാപിതമായ ഒരു പ്രൊജക്റ്റായിട്ടല്ല, ഇൻ്റലിജൻസ് ഏജൻസികളുടെ രഹസ്യ ഡ്രൈവുകളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രൈവുകളെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഇപ്പോൾ ഈ ഗുജറാത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട പ്രൊജക്റ്റിൽ ഉന്നയിക്കപ്പെട്ടതുപോലെ ഒരു കമ്മ്യൂണൽ പ്രൊഫൈലിംഗ് ആണ്. കമ്മ്യൂണൽ പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളെ മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ്. ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് പുറത്തു വരിക എന്താണ് റാഡിക്കലൈസ്ഡ് പേഴ്സൺ എന്ന് വിശദീകരിക്കുന്നുണ്ട് ഈ ഡോക്യുമെൻറ്റിൽ ഡെഫിനിഷൻ. അപ്പോൾ അത് ഇന്ത്യയുടെ ഇൻ്റഗ്രിറ്റിക്ക് എതിരെ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ പിന്നീട് അതിനെങ്ങനെ തടയണമെന്നുള്ള റോഡ് മാപ്പിൽ മുഴുവൻ ഒരൊറ്റ കമ്മ്യൂണിറ്റി ലക്ഷ്യം വെച്ചാണ്. ഇതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഡീറാഡിക്കലൈസേഷൻ ഡ്രൈവ് നടന്നൊരു കാലമുണ്ട്. 2000 മുതൽ 2014 മോദി വരുന്നവരെയുള്ള സമയത്ത് BJP ഭരിച്ചതും അല്ലാത്തതുമായ സംസ്ഥാനങ്ങളിൽ, BJP ഭരിച്ച സംസ്ഥാനങ്ങളിൽ മാത്രമല്ലാത്ത സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. അത് പോലീസ് സ്വമേധയാ നടന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഡൽഹി പോലീസിൽ ഇതൊരു പ്രത്യേകമായ എക്സ്പെർട്ടൈസേഷൻ ഉണ്ട് അവർക്ക്. അപ്പോൾ ഈ ഡീറാഡിക്കലൈസേഷനെ കുറിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഒരു വിവാദം അക്കാലത്ത് ഉയർന്നിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പോലീസ് മൗലാനാമാർ എന്ന് പറയപ്പെടുന്ന കുറേ അധികം ആളുകൾ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി പള്ളികളിലൊക്കെ പ്രസംഗിക്കുന്നു. ഇവർ പോലീസ് മൗലാനമാരാണോ അല്ലയോ എന്ന് ഇവർക്ക് മനസ്സിലാവുന്നത് പിന്നീടാണ്. അതായത് ആ പ്രദേശത്തുകാരില്ലാത്ത കുറേ മൗലവിമാർ താടിയൊക്കെ വളർത്തിയിട്ട് പള്ളികളിൽ വന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഇവരെന്താണ് യഥാർത്ഥത്തിൽ പ്രസംഗിക്കുന്നത് അത് പ്രോബ്ലമാറ്റിക്കാണ്. അവരുടെ പ്രസംഗം കേട്ടിട്ടാണ് യുവാക്കൾ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതായിരുന്നു അന്ന് അവരുള്ള ആളുകളുടെ ആക്ഷേപം. അങ്ങനെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വാടകയ്ക്കെടുത്ത ആളുകൾ വന്ന് ഏതെങ്കിലും പള്ളികളിൽ എവിടെയോ വന്ന് താമസിക്കുന്നു, അവിടെ പള്ളികൾ ക്ലാസ് എടുക്കുന്നു, അവർ പിന്നെ കുറേ കഴിഞ്ഞ് അപ്രത്യക്ഷരാകുന്നു. ആ പ്രദേശത്ത് നിന്ന് പിന്നീട് കുറേ അധികം യുവാക്കളെ പോലീസ് പൊക്കിക്കൊണ്ട് പോകുന്നു. ഇതൊരു സെയിം പാറ്റേണിൽ നടന്നുകൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഇതിന് ഏറ്റവും ഇരയായിട്ടുള്ളൊരു പ്രദേശം UPയിലെ അസംഗഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. അസംഗഡ് എന്നൊരു ടെറർ നഴ്സറി എന്നാണെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടത്.
ആ കാലത്ത് മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്ന ആൾക്കറിയാം ഏതൊക്കെ പ്രദേശങ്ങളെ പറ്റിയാണ് അങ്ങനെയുള്ള വാർപ്പ് മാതൃകാപരമായ വിശേഷണം ഉണ്ടായിരുന്നു എന്നുള്ളത്. അസംഘടിത ധാരാളം യുവാക്കൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. കേരളത്തിൽ തന്നെ തടിയൻ്റെ അവിടെ നസീർ എന്നൊരു ആളുണ്ട്. അയാളിപ്പോൾ ജയിലിലാണുള്ളത്. ആരാണ് ഈ തടിയൻ്റെ നസീർ എന്നൊരു ചോദ്യമുണ്ട്. തടിയൻ്റെ അവിടെ നസീർ നായനാരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായി വളരെ ചെറുപ്പത്തിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അവരുടെ വീട്ടുകാർക്ക് അറിയില്ല അയാൾ എവിടെയാണെന്ന്. ഒരു വിവരവുമില്ല. ഇയാൾ വളരെ പെട്ടെന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം താടിയും തൊപ്പിയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു സൂഫിയെ പോലെ പ്രത്യക്ഷപ്പെടുന്നു. ഇയാൾ പള്ളികളിൽ പോയിട്ട് ക്ലാസ് എടുക്കുന്നു. ഇയാളെ കണ്ട ആളുകൾ മുഴുവൻ, ഇയാളുമായി എന്തെങ്കിലും ബന്ധമുള്ള, ഇയാളെ ഒരു പ്രാവശ്യമെങ്കിലും കണ്ട് പരിചയപ്പെട്ട ആളുകൾ മുഴുവൻ ഭീകരവാദ കേസുകളുള്ളതോ അല്ലെങ്കിൽ അറസ്റ്റിലാവോ ചെയ്തിട്ടുണ്ട്. ഇയാൾ ജസ്റ്റ് സന്ദർശിച്ചാൽ പോലും അയാളെ കേസിൽ പെടുന്ന അവസ്ഥയെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ആരാണ്? ഇയാളെ എവിടെ നിന്നാണ് വന്നത്? ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടതിന് ശേഷം ഇയാൾ എങ്ങനെയാണ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഡീറാഡിക്കലൈസേഷൻ എന്ന് പറഞ്ഞ് പോലീസ്, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ പോലീസ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് ഇത്തരത്തിലുള്ളൊരു അപകടമുണ്ട്. ആ അപകടം എന്താണെന്ന് വെച്ചാൽ ഇവർ യഥാർത്ഥത്തിൽ ഡീറാഡിക്കലൈസേഷൻ ആണോ ചെയ്യുന്നത്, അതല്ല കമ്മ്യൂണൽ പ്രൊഫൈലിംഗ് ആണോ എന്നുള്ളൊരു വശം. മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ കമ്മ്യൂണൽ പ്രൊഫൈലിങ്ങിനപ്പുറം ഈ ഡീറാഡിക്കലൈസേഷൻ്റെ പേരിൽ റാഡിക്കലൈസേഷന് വേണ്ടിയാണ് ഇവിടെ ആൾ വിടുന്നത്. ഇപ്പോൾ ഇത് അങ്ങനെ പറയുന്നുണ്ട്, ഇത്തരം കുറേ അധികം ആളുകൾ ചൂസ് ചെയ്യണം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണം, അവരുടെ സഹായത്തോടെ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രോപ്പഗൻഡ നടത്തണം, അതുകൂടാതെ ഈ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിച്ചെന്ന് ക്ലാസ്സുകളും സെമിനാറുകളും നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. മറ്റൊന്ന്, ഗുജറാത്ത് പോലീസ് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ മാത്രം ഗുജറാത്തിലോ ഇന്ത്യയിലെ മറ്റെവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു തീവ്രവാദാശയങ്ങളിലേക്ക് യുവാക്കൾ പോകുന്നതായിട്ട് ഇപ്പോൾ നിലവിലൊന്നുമില്ല. നിലവിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ IS ഉണ്ടായിരുന്ന സമയത്താണ് ഈ IS റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ആളുകളെ അത് തടയാൻ വേണ്ടിയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ സവിശേഷമായ പ്രശ്നം എന്താണ്? ഇത് കൃത്യമായി ഒരു ഒരു ടാർഗറ്റ് ചെയ്തിട്ടുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ആ ഡോക്യുമെൻ്റ് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആളുകളെ മോണിറ്റർ ചെയ്യേണ്ട ആളുകളുടെ പേരിൽ ഗൾഫിൽ പോയിട്ടുള്ള ആളുകൾ മോണിറ്റർ ചെയ്യണം. അതുപോലെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ബന്ധുക്കളുള്ള ആളുകൾ. ഇപ്പോൾ ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും പാകിസ്ഥാനിൽ ബന്ധുക്കളുണ്ടാകുമെന്നുള്ളതാണ്. കാരണം വിഭജനത്തിൻ്റെ സമയത്ത് രണ്ട് രാജ്യങ്ങളിലായി പോയ രണ്ട് മനുഷ്യരാണ് ഗുജറാത്തിലുള്ള ആളുകൾ. അപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾക്ക് അപ്പുറം ബന്ധുക്കളുണ്ടാവും. അവർ പരസ്പരം ഫോൺ ചെയ്യുന്നവരുണ്ടാവും, കല്യാണത്തിന് പോവുകയും വരികയും ചെയ്യുന്നൊക്കെ ആളുകളുണ്ടാവും. അപ്പോൾ ഈ അവിടെയുള്ള ഏത് കുടുംബത്തിലെയും മോണിറ്റർ ചെയ്യാൻ പോലീസിന് അമിതാധികാരം നൽകുന്നൊരു ഡോക്യുമെൻ്റാണിത്. ഏത് കുടുംബത്തെയും. അതിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്, സലഫി ആശയമുള്ള ആളുകളെ മോണിറ്റർ ചെയ്യണം. ഈ സലഫി ആശയമുള്ള ആളുകളെ മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഇപ്പോൾ കേരളത്തിൽ സലഫി ആശയമുള്ള ആളുകൾ മന്ത്രിസഭയിൽ പോലും ഉണ്ട്. സലഫി ആശയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ സ്കൂൾ ഓഫ് തോട്ടോ അല്ലെങ്കിൽ ഒരു ആരാധനാ രീതിയൊക്കെയാണ്, വിശ്വാസ രീതിയൊക്കെയാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ മുസ്ലിങ്ങൾക്കിടയിൽ ധാരാളമുണ്ട്. അവരെയൊക്കെ മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ മദ്രസകളിലെ മൗലവിമാരെ. അപ്പോൾ അത് കൃത്യമായൊരു കമ്മ്യൂണൽ പ്രൊഫൈലിംഗ് ആണ്. ആ കമ്മ്യൂണിറ്റിയെ വാച്ച് ചെയ്ത് അതിനെ പിന്തുടർന്ന്, അതുമാത്രമല്ല ജയിൽ വാർഡന്മാർക്ക് പ്രത്യേകമായ നിർദ്ദേശം കൊടുക്കണം. UAPA അതുപോലെ BNS പ്രകാരമുള്ള കേസൊക്കെ എടുക്കാൻ വേണ്ടി ഇത്തരം ആളുകൾക്ക്. അതായത് ഇവരെ ഏതെങ്കിലും കേസുകളിൽ, ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്തെങ്കിലും കേസുകളിൽപ്പെട്ട് ജയിലിൽ പോവുകയാണെന്ന് കരുതുക, അപ്പോൾ അയാൾക്കെതിരെ ഒരു കേസ് ഉണ്ടാവുക എന്നുള്ളത് അയാൾക്കെതിരെ ടെറർ ലോ പ്രകാരമുള്ള കേസ് എടുക്കാനുള്ള കാരണമാക്കണം എന്നാണ് പറയുന്നത്. ഇത്തരം സ്വഭാവമുള്ള, അതായത് ഗൾഫിൽ പോയ ആളുകളോ താടി വളർത്തിയ ആളുകളോ തൊപ്പി വെച്ച ആളുകളോ ഒക്കെ ഏതെങ്കിലും കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുകയാണെന്ന് കരുതുക, അവർക്കെതിരെ എന്ത് ചെയ്യണം? കേസെടുക്കാൻ നിർദ്ദേശമാണ്. അപ്പോൾ കൃത്യമായി ഭരണഘടനാ വിരുദ്ധമായ, ഇപ്പോൾ ഷബനം ഹാഷ്മിയാണ് ഈ രേഖ പുറത്തുവിട്ടത്. അവർ ഫേസ്ബുക്കിൽ ഇറക്കിയ കുറിപ്പ് പ്രകാരം ഈ രേഖ അങ്ങനെ തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു രാജ്യത്തെ പൗരന്മാരെ പ്രൊഫൈൽ ചെയ്യുക, ഒരു രാജ്യത്തെ പൗരന്മാരെ അകാരണമായി നിയമത്തിന് കീഴിൽ കൊണ്ടുവരിക, അകാരണമായി ഭീകര നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുക എന്ന് തുടങ്ങിയ ഭരണഘടനാ വിരുദ്ധമായ പരാമർശമുള്ളതാണ് ഈ രേഖ. ഇതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്ത് വരണമെന്നാണ് ഷബനം ഹാഷ്മി, മാധ്യമപ്രവർത്തകയാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് ഒരു വാർത്ത പോലും ആവില്ല ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇത് ഗുജറാത്ത് പോലീസാണ്. ഗുജറാത്ത് പോലീസിൻ്റെ പാസ്റ്റ്, കഴിഞ്ഞൊരു 4 നൂറ്റാണ്ട് കാലത്തെ പാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അവർ വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ ചെയ്യുന്നവരാണ്. ആളുകൾ തട്ടിക്കൊണ്ട് വ്യാജ ഏറ്റുമുട്ടൽ കൊല ചെയ്യുന്നതാണ്. മന്ത്രി വരെ വ്യാജ ഏറ്റുമുട്ടൽ കൊലയുടെ പേരിൽ ആഭ്യന്തരമന്ത്രി വരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നാടാണ് ഗുജറാത്ത്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെട്ടുള്ള നാടാണ്. അതിലൊന്നും ഒരു തരത്തിലുള്ള അറപ്പോ ഒന്നുമില്ലാത്ത ഒരു പോലീസാണ് ഗുജറാത്ത് പോലീസ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ രേഖ ലീക്കായത് വളരെ നന്നായി. അതല്ലേ എന്താ പ്രശ്നം എന്നറിയോ?
ഇപ്പോൾ ഡീറാഡിക്കലൈസേഷൻ ഞങ്ങൾ നടത്തുന്നു എന്ന വ്യാജന ഈ ഡീറാഡിക്കലൈസേഷൻ ഡ്രൈവ് ഒരു വശത്തോട് പോകും, മറുവശത്ത് അവിടെ സംഭവിക്കാൻ പോകുന്നത് കുറേ അധികം നിരപരാധികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും. ഏതെങ്കിലുമൊക്കെ കേസിൽ ജയിലിലടയ്ക്കും. കണ്ടോ, എന്നിട്ട് പറയും ഞങ്ങളുടെ ഡീറാഡിക്കലൈസേഷൻ ഡ്രൈവിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇത്തരം കേസുകൾ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവരതിനെ വേനയടിക്കും. മറുവശത്ത് ഈ നിരപരാധികളായ ആളുകൾ ഹണ്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അത് ഒരു പരിധി വരെ ഇപ്പോൾ ഗുജറാത്ത് സംസ്ഥാനത്തെ സംബന്ധിച്ച് 10-15 വർഷമായിട്ട് BJP തുടർച്ചയായിട്ട് ഭരിക്കുകയാണ്. ഇപ്പോൾ ഗുജറാത്ത് കലാപം നടന്നു, ഈ പറയുന്ന ഏറ്റുമുട്ടൽ കൊലകളിലേക്ക് ഒരു കാലം കഴിഞ്ഞു. ഗുജറാത്ത് ഇപ്പോൾ ശാന്തമാണ്, ആ അർത്ഥത്തിൽ ശാന്തമാണ്. അവിടെ കലാപങ്ങളില്ല, ഏറ്റുമുട്ടൽ കൊലകളില്ല. ആകെയുള്ളത് എന്താണ്, എന്തെങ്കിലുമൊക്കെ ദർഗ പൊളിക്കുകയോ മുസ്ലിം പള്ളി പൊളിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുകയോ ആൾക്കൂട്ട കൊല, അങ്ങനെയുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അതർവൈസ് അവിടെ എന്താണ്, അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. അങ്ങനെ ഒരു പ്രശ്നവുമില്ലാതിരിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയ നേട്ടത്തിന് ഉതകുന്നൊന്നല്ല. ഒന്നുകിൽ എന്ത് ചെയ്യണം, പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആളുടെ ശ്രദ്ധ തിരിക്കണം. അതല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം ആൾക്കിടയിൽ വരും. അങ്ങനെ ഒരു വിരുദ്ധ വികാരത്തിൻ്റെ ഫലമായിരുന്നു 2018 ഇലക്ഷൻ്റെ സമയത്ത് നടന്ന പട്ടീദാർ കലാപം. ആ പട്ടീദാർ കലാപം ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയുടെ സമരമായിരുന്നു. അപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ഇങ്ങനെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രശ്നം ഭരണകൂടത്തിനെതിരെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്താണ്, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ യുവമാർക്കെതിരെ കണ്ടോ ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ പാർട്ടി, ആ ഒരു പോളറൈസേഷനിൽ ഭരണവിരുദ്ധ വികാരം ആളുകൾ മറന്നുപോകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കേവലമായ പോലീസിൻ്റെ പ്രൊജക്റ്റല്ല, ഇത് BJPയുടെ തന്നെ പ്രൊജക്റ്റാണ്. BJP ആ പാഠം പഠിച്ചവിടെ നിന്നാണ് ഒരു പ്രശ്നവുമില്ലാതെ 2014 ഗുജറാത്തിൽ നിന്ന് മോദി ഡൽഹിയിലേക്ക് എത്തിയതിന് ശേഷം അവിടെ പിന്നെ രണ്ടാം നിര നേതാക്കളാണ് ഗുജറാത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ ശാന്തമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ശാന്തമായി മുന്നോട്ട് പോകുമ്പോൾ 2018 പോലുള്ള സമരങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് BJP തിരിച്ചറിയുന്നു. അപ്പം അത്തരം സമരങ്ങളെ അടിച്ചമർത്തുക, ഭരണവിരുദ്ധ വികാരം മറച്ചു വയ്ക്കണമെങ്കിൽ എന്ത് വേണം, അവന്മാരെ പ്രൊഫൈൽ ചെയ്യണം, അവന്മാരെ വേട്ടയാടണം, ഹണ്ട് ചെയ്ത് ജയിലിലടയ്ക്കണം. അത് ഹെഡ്ലൈൻസിൽ വരണം, വാർത്തകൾ ഉണ്ടാവണം. അതിനു വേണ്ടിയുള്ള പ്ലാനാണ്. ഇത് ലീക്കായത് ആ നാട്ടിലെ കുറേ അധികം ഈ പറയുന്ന മുസ്ലിം വിഭാഗക്കാരുടെ ഭാഗ്യം എന്നേ പറയാനുള്ളൂ. യെസ്, നിഷാദ്, അജിംസ് ഇപ്പോൾ പറഞ്ഞ തന്നെ നിലവിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളോ അത്തരം ഭീഷണികളോ പ്രത്യക്ഷത്തിലില്ല. മുമ്പ് വരുന്ന വാർത്തകൾ കണക്കൊന്നുമില്ല. ആ സമയത്ത് ഒരു സമുദായത്തെ മുൻനിർത്തി അവരെ താടി അല്ലെങ്കിൽ തൊപ്പി, നിക്കാബ് ഇതൊക്കെ മുൻനിർത്തിയിട്ട് ഇവരെ ഇത്തരത്തിൽ സംശയിക്കേണ്ടതാണെന്ന് പോലീസുമായിട്ട് ബന്ധപ്പെട്ട സെല്ലിൻ്റെ തന്നെ രേഖ പുറത്തു വരുന്നു. ഇത് പ്രത്യക്ഷത്തിൽ ആളുകൾക്കിടയിലേക്ക് കൂടിയിട്ട് സർക്കുലേറ്റ് ചെയ്യും. നമുക്കറിയാം, മറുവശത്ത് ഇവിടുത്തെ ഹിന്ദുത്വ ഭീകരവാദികൾ നടത്തിയ ഇപ്പോൾ സംജോതയാകട്ടെ മലയാളമാകട്ടെ അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഒരു വശത്തുണ്ട്. ഇവരെ അല്ലെങ്കിൽ ഇത്തരമുള്ള ആൾക്കാരെ സൂക്ഷിക്കേണ്ട എന്നുള്ള വിവരങ്ങളോ ഒന്നുമില്ലാതെ മറുവശത്ത് ഒരു സമുദായത്തിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രേഖ പുറത്തേക്ക് വരുമ്പോൾ അതിനോർത്തിലുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത ഉണ്ടാകില്ലേ? അല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെയും ഇന്ത്യയിലെ സിസ്റ്റത്തിൻ്റെയും ഇന്ത്യയിലെ പൊതുബോധത്തിൻ്റെയും കണ്ണിലെ തീവ്രവാദി ആരാണ്? അത് മുസ്ലിമാണ്. ഇന്ത്യയിലെ ഭരണകൂടം എക്കാലത്തും തീവ്രവാദിയായിട്ട് ഒരാളെ പ്രൊഫൈൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മുസ്ലിം രൂപത്തെയാണ്, മുസ്ലിങ്ങളെയാണ്. നിങ്ങൾ നോർത്തിലൊക്കെ നടക്കുന്ന പലതരത്തിലുള്ള ആഘോഷ യാത്രകളൊക്കെ നോക്കി, അല്ലെങ്കിൽ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ഭീകരവിരുദ്ധ പ്ലോട്ടുകൾ, എന്താണ് പറയുക, ഈ നിശ്ചല ദൃശ്യങ്ങളൊക്കെ നോക്കും. അതിലെപ്പോഴും ഭീകരവാദിയായി, സ്റ്റേറ്റിൻ്റെ ശത്രുവായി, പോലീസിൻ്റെ വേട്ടമൃഗമായി അവതരിപ്പിക്കുന്ന എപ്പോഴും മുസ്ലിം ധരിച്ച ആൾക്കാരെയാണ്. സ്കൂളുകളിൽ നടത്തിയിട്ടുള്ള ഡെമോൺസ്ട്രേഷനിൽ പോലും താടിയും തൊപ്പിയുമുള്ള ആൾക്കാരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന, വീഴ്ത്തുന്ന, അവരുടെ അറുത്ത് കളയുന്ന അങ്ങനെയുള്ള സംഗതികൾ നമ്മൾ കണ്ടില്ലേ? കേരളത്തിൽ. യെസ്. അപ്പോൾ തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്റ്റേറ്റിൻ്റെ, ഇന്ത്യയിലെ പൊതുബോധത്തിൻ്റെ, പൗരസമൂഹത്തിൻ്റെ മുമ്പിൽ അത് മുസ്ലിമാണ്. ലോകത്ത് തന്നെ എടുത്താലും ആ പ്രശ്നമുണ്ട്. ഇപ്പം 9/11 ശേഷം ലോകത്ത് തന്നെ തീവ്രവാദികളെ എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ നമുക്കതിങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കാമെന്നുള്ള ഗൈഡ് ലൈൻസ് പലതും പരിശോധിക്കുമ്പോൾ അതിനകത്തെല്ലാം ഈ പറഞ്ഞ മുസ്ലിം സംഗതികൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പണ്ട് മുതലേ അതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ മോദി വന്ന കാലത്തൊന്നുമല്ല, അതിന് മുമ്പ് തന്നെയും എങ്ങനെയാണ് ഈ മുസ്ലിങ്ങളെ സമീപിച്ചത്, തീവ്രവാദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു എന്ന് നോക്കണം. ഇതിൽ ഭയങ്കര കൗതുകരമായ കാര്യങ്ങളുണ്ട്. അതായത് ഇതിൽ പറയുന്ന സംഗതി ഇതാണ്: ഒരാൾ തീവ്രവാദ ചിന്താഗതിയിലേക്ക് വീണു പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അതിൽ വളരെ രസകരമായ സംഗതികൾ, അല്ലെങ്കിൽ അപകടകരമായെന്ന് പറയേണ്ട സംഗതി, പെട്ടെന്നൊരാൾ താടി വളർത്താൻ ശ്രമിച്ചാൽ, ഒരാൾ നിക്കാബ് ധരിക്കാൻ തുടങ്ങിയാൽ, അറബി വാക്കുകൾ പതിവായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, ഒരാൾ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായ അയാളുടെ ഇടപെടലിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരികയോ അത് കുറയ്ക്കുകയോ ചെയ്താൽ, വിദേശ യാത്രയ്ക്ക് ശേഷം പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ, ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശക്തമായ പ്രതിഷേധമോ അതൃപ്തിയോ പ്രകടിപ്പിക്കൽ, ഇതൊക്കെ ഒരാൾ തീവ്രവാദിയാവാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂടുന്ന കാര്യമാണ്. വലിയ തോതിൽ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കൽ, അങ്ങനെയുള്ള ആളെയും സൂക്ഷിക്കണം. LPG സിലിണ്ടറുകൾ വാങ്ങിക്കുകയോ അത് ശേഖരിക്കുകയോ ചെയ്യുന്ന ആൾക്കാരെ സൂക്ഷിക്കണം. വനപ്രദേശത്തേക്ക് പതിവായിട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം. ട്രക്കിങ്ങിന് പോകുന്നവരെ സൂക്ഷിക്കണം.
ഗൾഫ്, അതിൻ്റെ കൂടെ ഈ പാക് അധീന കശ്മീരുണ്ട്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലുള്ള വ്യക്തികളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ സൂക്ഷിക്കണം. അമോണിയം നൈട്രേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ്, സൾഫർ തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരെ സൂക്ഷിക്കണം. ഇതെല്ലാം ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള സംഗതിയാണെന്ന് പ്രത്യേകം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതൊക്കെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ. വേറൊന്ന്, VPN ഉപയോഗിക്കുന്നവരെ സൂക്ഷിക്കണം. VPN ആൾ ഉപയോഗിക്കാം. മുസ്ലിങ്ങളും താടി വളർത്തിയ ആൾക്കാരും VPN ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ മോണിറ്റർ ചെയ്യണം. അവർ ഈ സിഗ്നൽ അല്ലെങ്കിൽ എലമെൻ്റ് പോലുള്ള ആപ്പുകളുണ്ടല്ലോ, ഈ ആപ്പുകൾ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം. തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ അംഗമാകൽ അത് കുഴപ്പമായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ്. വ്യക്തമായ വരുമാന മാർഗ്ഗമില്ലാതെ, പ്രത്യേകിച്ച് മൊണീറോ പോലെയുള്ള ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കൽ എന്നാണ്. പിന്നെന്താണ്, അറബിക് കോളേജുകളുമായോ മദ്രസകളുമായോ ബന്ധം പുലർത്തൽ. ആസൂത്രിത പ്രവർത്തനങ്ങൾക്ക് മുൻപ് ഈത്തിക്കാഫ് അനുഷ്ഠിക്കൽ. പള്ളിയിൽ പോയി ഏകാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പരിപാടിക്കാണ് ഈത്തിക്കാഫ് എന്ന് പറയുക, രാത്രികളിലൊക്കെ പോയിട്ട്. അപ്പോൾ അങ്ങനെ പള്ളിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം. പിന്നെ ഇസ്ലാമികമായ തൻ്റെ ദൗത്യം നിർവഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പഠനമോ ജോലിയോ പെട്ടെന്ന് ഉപേക്ഷിക്കൽ, ഇത്തരം ആൾക്കാരെ സൂക്ഷിക്കണം. ജയിലിൽ നിന്ന് മോചിതനായ ശേഷം തീവ്ര ആശയങ്ങളുള്ള മതനേതാക്കളുമായിട്ടുള്ള കണ്ടെത്തുക, അവരെ കണ്ടെത്തി സന്ദർശിക്കുന്ന ആൾക്കാരെ കണ്ടെത്തണം എന്നൊക്കെയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം പട്ടിക തയ്യാറാക്കുക, അവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുക പോലുള്ള നിർദ്ദേശങ്ങളാണ് ഇവർ പുറത്തിറക്കുന്ന SOPയിലുള്ളത്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, നേരത്തെ സികേഷ് പറഞ്ഞതുപോലെ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ മാത്രമാണോ? ഇന്ത്യയിൽ സമീപകാലത്ത് തീവ്രവാദ ആശയത്തിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കലാപമുണ്ടാക്കിയിട്ടുള്ള ആളുകൾ, മനുഷ്യരെ കൊന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്ന് മാത്രമാണോ എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ആ ക്വസ്റ്റ്യൻ എടുക്കാൻ സംഘപരിവാര ഭരണകൂടം തയ്യാറല്ല എന്നാണ്. മണിപ്പൂരിൽ കലാപം ഉണ്ടാക്കുന്ന ആരാണ്? ഇപ്പോൾ ഈ സമീപത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ നരമേധം നടക്കുന്ന ഒരു സംസ്ഥാനം മണിപ്പൂരാണ്. അവിടെ മണിപ്പൂരിൽ ആളുകൾ കൊല്ലുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കമ്പും പടിയും വെച്ച് കൊല്ലുകയാണോ? അല്ല, മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് ആൾക്കാരെ കൊല്ലുന്നത്. ഏറ്റവും അവസാനം 5 വയസ്സുള്ള കുഞ്ഞിനെയും അവൻ്റെ അമ്മയും പരിസരത്തുള്ള ആൾക്കാരെയും ഒരു വീടടക്കം ബോംബ് വെച്ച് തകർത്ത് മോട്ടാർ ഉപയോഗിച്ചിട്ടാണ്. തീവ്രവാദമല്ലേ? അതിനെ നമ്മുടെ ഒരു നിലയ്ക്കുള്ള അവിടെ നടക്കുന്ന ഒരു തീവ്രവാദ ഭീകരവാദ ആക്രമണം നടക്കുന്ന ഒരു സംഗതിയായിട്ട് അവിടെ മുമ്പ് വരുന്നില്ല. അവിടെ 240ഓളം ക്രിസ്ത്യൻ പള്ളികൾ സ്കെച്ചിട്ട് തകർത്ത് കളഞ്ഞു. നേരത്തെ ആസൂത്രിതമായ കലാപത്തിലൂടെ, സംഘർഷത്തിലൂടെ. അതിനുപയോഗിക്കുന്ന മുഴുവൻ ആധുനിക തോക്കുകളാണ്. അതിൽ പലതും സ്റ്റേറ്റ് മെഷീനറിയുടെ ഭാഗമായിട്ടുള്ള തോക്കെടുത്തുകൊണ്ടാണ് പൊട്ടിക്കുന്നത്. അത് വരുന്നില്ല. മാവോയിസ്റ്റുകൾ, വലതുപക്ഷ ആശയക്കാരായിട്ടുള്ള ആൾക്കാർ, തീവ്ര ഹിന്ദുത്വവാദികൾ, ഇവരെ ആരെല്ലാം തരത്തിലുള്ള, പിന്നെ ഈ പറയുന്ന കളമശ്ശേരിയിലെ മാർട്ടിൻ, അവരൊക്കെ തീവ്രവാദികളല്ലേ? അവരെയൊക്കെ കണ്ടെത്താൻ ഈ SOPയിൽ എന്താണുള്ളത്? ഓക്കെ, മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദികളുണ്ട്. ഇവർ പറയുന്നത്, ഇവരുടെ ഐഡിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഐഡിയ മറ്റേതാണ്. എന്താണ്? എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് ഞങ്ങൾ പറയില്ല, പക്ഷേ തീവ്രവാദികൾ എല്ലാവരും മുസ്ലിങ്ങളാണ്. ഇതിനകത്തൊരു കാര്യമുള്ളത്, മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദികളുണ്ട്, അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ SOP അതിനെക്കുറിച്ച് മാത്രം മതിയോ? മറ്റതിനെ കണ്ടെത്താൻ എന്താണ് മാർഗം? അതായത് സംജോത എക്സ്പ്രസ്സിൽ സ്ഫോടനം നടത്താൻ പോകുന്ന സന്യാസിമാരെ കണ്ടെത്താൻ നമ്മുടെ മുമ്പുള്ള മാർഗം എന്താണ്? താടിയും മുടിയും വളർത്തിയ കാവ്യവേഷം ധരിക്കാൻ പെട്ടെന്ന് തുടങ്ങിയ ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണമെന്നുണ്ടോ? അതിന് ഉത്തരം പറയണമല്ലോ. കടുത്ത വിശ്വാസികളായിട്ട് മാറുന്ന മറ്റ് മതവിശ്വാസികളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ? കമ്മ്യൂണിസ്റ്റ് ആശയം കുറച്ച് ഉറക്കെ സംസാരിക്കുന്ന ആളുകൾ മാവോയിസ്റ്റുകളായിട്ട് ഇവിടെ പൊട്ടിക്കാൻ പോകണോ? അവരെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ? അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. പഞ്ചാബ് ഞങ്ങളുടെ ജന്മദേശമാണ്, പഞ്ചാബ് ഗംഭീരമാണ് എന്ന് പറയുന്ന ആൾക്കാരെ അവർ ഖലിസ്ഥാൻവാദികളായി മാറാൻ പോവുകയാണ്, നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ? അതിനെക്കുറിച്ചൊന്നും ഇതിനകത്തില്ല. ആകെപ്പാടെ നിങ്ങൾ ഭയപ്പെടേണ്ടതും സൂക്ഷിക്കേണ്ടതും ആരെയാണ്? ഈ പറയുന്ന മുസ്ലിങ്ങളെയാണ്. ഇതൊരു കാര്യമുണ്ട്. ഇത് പുറത്ത് വരുന്നതോടുകൂടി ചില ആൾക്കാർ രക്ഷപ്പെട്ടേക്കുന്ന അജിൻസ് പറയുമ്പോൾ ഇത് പുറത്ത് വരുമ്പോൾ സംഗതി കൂടുകയാണ്. എന്നുവെച്ചാൽ അയൽവക്കത്തുള്ള മുഴുവൻ ആളുകളെക്കുറിച്ചും പോലീസിനും NIAക്കും കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ ഈ SOP പുറത്ത് വന്നല്ലോ. SOP എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ താടി വളർത്താൻ തുടങ്ങിയ ആളെക്കുറിച്ച് NIAക്ക് കംപ്ലയിൻറ്റ് അയക്കാൻ ആളുകളുടെ എണ്ണം കൂടുകയാണ്. അവൻ മദ്രസയിൽ പോയി തുടങ്ങിയിട്ടുണ്ട് 3-4 ദിവസമായിട്ട്. അപ്പുറത്തുള്ള കുട്ടി മക്കനെ ധരിച്ചിരിക്കുന്നു, അവളെ ചോദ്യം ചെയ്യേണ്ട സന്ദർഭമായി തോന്നുന്നു. ഇവൻ ഗൾഫിൽ പോയി വന്നതിന് ശേഷം അവൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്. ഇപ്പോൾ പോയിട്ടുണ്ട്, വനപ്രദേശത്തേക്കാണെന്ന് തോന്നുന്നു. എന്തെല്ലാം കാരണങ്ങളുടെ പേരിൽ NIAക്ക് ഇനിയിപ്പോൾ, അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനും പോലീസിനും DGPക്കും ഒക്കെ സംഘികളായിട്ടുള്ള ആളുകൾക്ക് പരാതി കൊടുക്കാൻ കഴിയും, അന്വേഷിക്കാൻ ആവശ്യപ്പെടാൻ കഴിയും. അപ്പോൾ ടോട്ടൽ എൻറ്റയർ ഒരു കമ്മ്യൂണിറ്റി ആകമാനം സർവൈലൻസിൽ കൊണ്ടുവരിക, അവരെ എപ്പോഴും ഭയപ്പെടുത്തുക. ഇത് നോക്കൂ, സാധാരണ നിലയ്ക്ക് നമ്മൾ കാണേണ്ട കാര്യം, താടി വളർത്തുക എന്നുള്ളത് സിഖുകാർ താടി വളർത്തുന്നുണ്ട്, മുസ്ലിങ്ങളും താടി വളർത്തും, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഒരു സാധാരണ സംഗതിയാണ് നിങ്ങൾ തലം മറയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങളുടെ പണം പിൻവലിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളിലേക്ക് പോകുക വരിക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സുഹൃത്തുക്കളുമായി സംസാരിക്കുക. തീവ്രവാദത്തിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയായിരിക്കുകയും മറ്റത് മതവിശ്വാസത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കാൻ കഴിയുന്ന ചില പ്രാക്ടീസസ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിരിക്കെ അതിനെ മാത്രമായി സംശയിക്കുന്നു എന്ന് പറഞ്ഞതിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്.
രണ്ടാമത്തെ ഇത് ഭയങ്കരമായ ഡിബേറ്റ് ആളുകൾക്കിടയിൽ തന്നെ ഉണ്ടാക്കും. ഇപ്പോൾ ഈ SOP കാണുകയും നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. ആൾക്കാരെന്താണ് വിചാരിക്കുക? വളരെ സാമൂഹികമായ ഭയങ്കരമായ ഉയർന്ന ചിന്താഗതിയില്ലാത്ത മനുഷ്യന്മാർ വിചാരിക്കുന്നത് തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഇത് ധരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ താടി വളർത്തുന്ന ആൾക്കാർ തീവ്രവാദികളാണെന്ന ചിന്ത. അതിനെ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്? കൂടുതൽ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ എത്രയോ കാലമായി ഇന്ത്യയിലെ ഡീപ്പ് സ്റ്റേറ്റ് മുസ്ലിം ചെറുപ്പക്കാരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ സബർബൻ ട്രെയിൻ സ്ഫോടനത്തിൻ്റെ കഥ ഏറ്റവും അവസാനം കണ്ട ഒന്നാണ്. ആ സീരീസ് ഓഫ് സ്ഫോടനങ്ങളുടെ പേരിൽ പിടിച്ച് ജയിലിലിട്ട മുഴുവൻ മനുഷ്യരെയും കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. ആരാണ് ആ സ്ഫോടനം നടത്തിയത് എന്ന് നമുക്കറിയില്ല. രാജസ്ഥാനിലും ഡൽഹിയിലും പല സ്ഥലങ്ങളിലും നടത്തിയ സ്ഫോടനങ്ങളിൽ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ വധശിക്ഷയ്ക്ക് വരെ വിധിക്കപ്പെട്ട ചെറുപ്പക്കാർക്ക് ജയിൽ മോചനം കിട്ടുന്നു. നിങ്ങൾക്കെതിരായി തെളിവുകളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നടത്തിയത് ആരാണെന്ന് ചോദ്യം ഇവിടെ നിൽക്കുന്നു. ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ചെറുപട്ടണങ്ങളിൽ തകർന്ന ബോംബുകൾക്കൊക്കെ പിന്നിൽ ആരായിരുന്നു എന്ന് ചിലതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചില അപ്രതീക്ഷിതമായിട്ടുള്ള കുറ്റക്കാരെ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ എല്ലാം പേരിൽ ഈ പൊട്ടിയ എല്ലാ ബോംബുകളുടെയും പേരിൽ ആദ്യം ജയിലിൽ അടയ്ക്കപ്പെട്ടത്, കശ്മീരിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് 8-10 വർഷം ജയിലിലിട്ട് കുറ്റക്കാരല്ല എന്ന പേരിൽ വിട്ടയച്ച എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന വിചാരണ തടവിലായി കിടക്കുന്ന എത്രയോ പേരുണ്ട്, ചക്കരിയ അടക്കം. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം ചെറുപ്പക്കാരെ വേട്ടയാടാൻ ഇന്ത്യയിലെ ഡീപ്പ് സ്റ്റേറ്റ് എത്രയോ കാലമായിട്ട് ഇത്തരം ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു സംഗതി പുറത്തു വന്നുള്ളതാണ്. അപ്പോൾ അത് കൂടുതൽ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ഒരു സംഘപരിവാർ ഗവൺമെൻറ് തയ്യാറാവും. അവരില്ലാത്ത സമയത്ത് ഇതെല്ലാം ഗംഭീരമായിരുന്നു. P. ചിദംബരം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ എല്ലാം ഗംഭീരമായിരുന്നു. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെല്ലാം ഒരേ സമീപനമായിരുന്നു ഈ സ്റ്റേറ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെയല്ല, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് അത് തന്നെയാണ്. അപ്പോൾ തീവ്രവാദ വേട്ടയുടെ പേരിലായാലും ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ടിൻ്റെ പേരിലായാലും ഒരു പ്രത്യേക വിഭാഗം മനുഷ്യന്മാരെ വേട്ടയാടാൻ എല്ലാ കാലത്തും ഭരണകൂടത്തിനകത്തെ ഡീപ്പ് സ്റ്റേറ്റും പോലീസും അടക്കമുള്ള അന്വേഷണ സംവിധാനങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇത് പുറത്തു വരികയും ഇത് കൂടുതൽ ആളുകൾ അറിയുകയും ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ ആളുകൾക്കിടയിൽ വലിയ വിഭജനം ഉണ്ടാക്കാനും പരസ്പര അവിശ്വാസം ഉണ്ടാക്കാനും ഭയപ്പെടുത്താനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇത് ആളുകൾക്കിടയിൽ സാധാരണ നിലയ്ക്ക് താടി വളർത്തിയ ആൾക്കാരോട് സൗഹൃദമുള്ള, നിക്കാബ് ധരിക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ തലമറയ്ക്കുന്ന ആൾക്കാരോട് സൗഹൃദമുള്ള മനുഷ്യന്മാർക്കിടയിൽ പരസ്പര അവിശ്വാസം വളർത്തുകയാണ്. ഇവൻ തീവ്രവാദിയായിരിക്കും, ഇവൻ ഗൾഫിൽ പോയി വന്നിട്ടുണ്ട്, ഇവൻ പൊട്ടിക്കാൻ നടക്കുകയായിരിക്കും എന്നൊക്കെയുള്ള ഭയപ്പാടുണ്ടാക്കുക കൂടി ചെയ്യാണ്. കേവലമായിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടി മാത്രമല്ല, ഈ സാമൂഹികമായ വിഭജനം ഉണ്ടാക്കാനുള്ള വലിയ പരിപാടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് എന്താ ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ഇതിനോട് ഇതിൻ്റെ ഒരു അജണ്ട എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിന് നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങൾക്ക് പോലും ഇത് വലിയൊരു വാർത്തയായിട്ട് തോന്നണം എന്നില്ല. ശരിയാണല്ലോ, ഇപ്പോൾ വിദേശത്ത് പോയിട്ട് പുറത്ത് ഇവിടെ വന്നതിന് ശേഷം അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം കാണിക്കുന്ന ആൾക്കാർ തീവ്രവാദത്തിലാവാൻ ചാൻസ് ഉള്ളവരല്ലേ? അത് സ്വാഭാവികമായിട്ടല്ലേ? അതിപ്പോൾ സാധാരണ നിലയ്ക്കുള്ള ഒരു ശാസ്ത്രീയമായ രീതിയല്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരെയും കാണാൻ പറ്റും. അങ്ങനെ പറയുന്ന ആൾക്കാരെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ പൊതുബോധത്തിൻ്റെ തീവ്രവാദ ഇമേജറി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രൂപം എന്ന് പറയുന്നത് മുസ്ലിം പുരുഷനാണ്. അതിന് മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നു തോന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അവർക്കൊരു വാർത്തയുമാവില്ല. യെസ്, അത് തന്നെയാണ് ഈ മുസ്ലിം സമുദായത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ കാരണമാകുന്നതാണ് ഈ SOP. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത് പിൻവലിപ്പിക്കാൻ ഇന്നത്തെ ഇന്ത്യയിൽ കഴിയുമോ എന്നുള്ളത് സംശയകരമാണ്. അത്തരമൊരു സർക്കാരാണല്ലോ രാജ്യം ഭരിക്കുന്നത്.